നമ്മളെ തായ്ഫിൽ നല്ല സീ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള മീൻ അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ, എന്നിട്ട് നേരെ കൊടുത്താൽ നിങ്ങൾക്ക് ഏത് വിധത്തിൽ വേണോ ആ വിധത്തിലാക്കി. നമ്മൾ മൊത്തത്തിൽ 3 മീൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ കൊടുത്തിട്ട് മഷ്വിയാത്താക്കാനാണ്. ആ മീനുണ്ടല്ലോ അവർ കട്ട് ചെയ്തിട്ട് ഓറതായ മസാല ഉണ്ട്, ഇതുപോലെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയേക്കാം. അതിനെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് 2 ഭാഗത്തും നേരെ അവർ ഗ്രില്ല് ചെയ്യാൻ വെച്ചതാ ഇതുപോലെ. ഇനി നമ്മൾ ബാക്കി 2 മീനുണ്ടല്ലോ അതില്ലേ ഓറതായ ലൈറ്റ് മസാല ഉണ്ട്, അതിൽ ആ മീനെ മുക്കിയെടുത്ത് മകളേക്കാനാണ് കൊടുത്ത്. അത് നല്ല ചൂടായ എണ്ണയിലിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന്. ഇനി നമുക്ക് ചോറ് നോക്കണ്ടേ. ഇവരെ നല്ല ചോറുണ്ട് കേട്ടോ, അടിപൊളി ചോറായിരുന്നു തിന്നപ്പം. ഈ ചോറുണ്ടല്ലോ ഇതൊരു വെറൈറ്റിയാണ്, ഇത് ചോദിച്ചു മേടിക്കണേ. ഇത് നല്ല ചൂട് പറവറാന്നൊരു പ്രത്യേക ടേസ്റ്റും. അതിൻ്റെ കൂടെ നമ്മൾ വെള്ളച്ചോറുണ്ട്, അതും കൂടി ഇട്ട് ഒരു തളികയിലില്ലേ അങ്ങനെ ഇട്ട് നല്ല ഷേപ്പാക്കി കൊടുത്ത് അടിപൊളിയാക്കി വെച്ചു. അതിൻ്റെ മുകളിലുണ്ടല്ലോ നമ്മൾ മഗ്ലിയാക്കി വെച്ച മീനില്ലേ അതങ്ങ് വെച്ച് കൊടുത്തു. പിന്നെ മറ്റേ മീനുണ്ടല്ലോ മഷ്വിയാത്ത്, അത് റെഡി ആയിട്ടുണ്ട്. അത് വേറെ തന്നെ സെപ്പറേറ്റാണ് ആക്കിയത്. അതൊരു പ്ലേറ്റിൽ ഡെക്കറേഷൻ ചെയ്ത് അങ്ങ് വെച്ചു. ഇനി നമ്മൾ അടുത്ത മീൻ ഇതുപോലെ തന്നെ നമ്മളെ മസാലയിലിട്ട് നെയ്യിലിട്ട് അങ്ങ് പൊരിച്ചു കൊണ്ടുവന്നു. അതിന് ചെറിയൊരു മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നേരെ ആ ചോറിൻ്റെ മുകളിൽ വെച്ചു. ഇനി നമ്മൾ കൂന്തലുണ്ട്, കൂന്തലും ചെമ്മീനും അത് നല്ല മസാല പിടിപ്പിച്ച് ഒരു ബ്രോസ്റ്റ് മോഡലാക്കിയതിനെ അത് നേരെ ബ്രോസ്റ്റ് ടൈപ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. നോക്കിയേ, ഇത് കാണാൻ തന്നെ നല്ല അടിപൊളി കേട്ടോ. ടേസ്റ്റ് ആണെങ്കിൽ ഒന്നും പറയണ്ട, അടിപൊളി. അപ്പോൾ നമ്മൾ അതും കൂടി അങ്ങ് ആ തളയിലേക്ക് ഡെക്കറേഷൻ ചെയ്ത് കുറച്ച് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തും വെച്ച് നമ്മൾ കൈമേലങ്ങ് തന്ന്. നോക്കിയേ, നല്ല അടിപൊളി തന്നെ അല്ലേ. ഇനി നേരെ നമുക്ക് കഴിക്കണ്ടേ, അവിടെ ഇരുന്ന് അവരങ്ങ് കൊണ്ടുത്തന്ന സാധനം ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ആദ്യം തന്നെ ആ ഫിഷ് മഷ്വിയാത്താണ്. ഇതിൻ്റെ മസാല ഉണ്ടല്ലോ മക്കളെ, നല്ല സ്മൂത്തി ആൻഡ് ജ്യൂസിയാണ്, നല്ല അടിപൊളിയായിരുന്നു. ഇനി നമ്മളെ മകളെ ഒന്ന് നോക്കണ്ടേ. ബിസ്മില്ല, മകളെ ഒന്നും പറയാനില്ല, നല്ല അടിപൊളിയാണ് മക്കളെ. ഇനിയുണ്ടല്ലോ ഒരു ചട്നി ഉണ്ട്, അതൊരു സ്പെഷ്യൽ ചട്നിയാണ്. നിങ്ങൾ ഇതിൻ്റെ ഫാനായി പറയട്ടോ കഴിച്ചാൽ. ഇതെല്ലാം കൂടി കുഴച്ച് ഒരു പിടുത്തം മക്കളെ, നല്ല സൂപ്പറായിരുന്നു. സംഭവം പൊളിയാണ്. ഇനി നമ്മളിവിടെ കുറേ ചങ്ങായിമാരുണ്ട്, അവരോടൊക്കെ ചോദിക്കണ്ടേ എങ്ങനെയുണ്ടെന്ന്. എല്ലാവരും ഒരേ സ്വരത്തിൽ അടിപൊളി എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കഴിച്ച് നോക്കുന്നേ, നല്ലതാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും പോകാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നില്ലേ, നമ്മൾ ഹവിയ റോട്ടിലെ അൽബൈക്കില്ലേ അതിൻ്റെ നേരെ അടുത്ത് തന്നെയാണ് ലൈവ് സീ റെസ്റ്റോറൻറ്റ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇനിയും ഇവിടെ വന്നുകൊണ്ടിരിക്കേണ്ടി വരും തോന്നുന്നു ഈ ടേസ്റ്റ് ആണെങ്കിൽ.